വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 15 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. കാരണം ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏകദേശം 40 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, എക്സാമിന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മറ്റുള്ള ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വൈകിക്കാതെ തന്നെ ക്വസ്റ്റ്യൻസിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ ഇൻഫിനൈറ്റ്ലി ലോങ് തിൻ straight wire with uniform linear charge density shown in figure. Draw a Gaussian surface in order to calculate the electric field at P and mark direction of electric field at this point. അതായത് പിയിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഗോസിയൻ സർഫസ് നമ്മൾ വരയ്ക്കണം. അതേപോലെ തന്നെ അതിന്റെ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതേപോലെ തന്നെ ഈ പി എന്ന് പറയുന്ന പോയിന്റില് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡെറിവേഷൻ ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായതാണ്. അപ്പൊ അത് എന്ത് ചെയ്യുക, ആ പോർഷൻ നല്ല പോലെ വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റേറ്റ് ചെയ്യാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോസസ് ലോ അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ ആ ഗോസസ് ലോ പഠിക്കാം. അതേപോലെ തന്നെ നേരത്തെ ചോദിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പി എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനും ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ആക്സിയൽ ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ഡൈപോളില് ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലുള്ള രണ്ട് ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആക്സിയൽ ലൈനിന്റെ ഡെറിവേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ ഈസ് യൂണിഫോംലി ചാർജ്ഡ് വിത്ത് ചാർജ് പ്ലസ് ക്യൂ യൂസിംഗ് ഗോസസ് ലോ ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഔട്ട്സൈഡിൽ കണ്ടുപിടിക്കാനുള്ളതും അതേപോലെ തന്നെ സർഫസിലും കണ്ടുപിടിക്കാനുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പോർഷൻസ് എന്ത് ചെയ്യുക നോക്കാം. അടുത്തതാണ് എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് ചോദിക്കും. അതേപോലെ തന്നെ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനായിട്ടും ചോദിക്കും. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം തന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരീസ് ആയിട്ടും അതേപോലെ തന്നെ പാരലൽ ആയിട്ടും കളക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ആ പോർഷനിൽ നിന്ന്, അതായത് പാരലലും സീരീസും വരെയുള്ള ആ കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷനും അതേപോലെ തന്നെ സീരീസ് കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻ പ്രോബ്ലം ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിന്റെ എക്സ്പ്രഷൻ, കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ ഉണ്ട്, അത് പഠിക്കണം. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് മീഡിയ ഉള്ള സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോ സാവർട്ട്സ് ലോ എന്താണെന്നാണ് ചോദിക്കുന്നത്. ബയോ സാവർട്ട്സ് ലോ നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് ബയോ സാവർട്ട്സ് ലോ. അതേപോലെ തന്നെ അതിൽ വരുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്, എക്സ്പ്രഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്കസ് ചെയ്യാം, നോക്കണേ. ഇനി അടുത്തത് നമ്മുടെ കറന്റ് ഇലക്ട്രിസിറ്റീസ് എന്ന് വരുന്ന ഒരു പോർഷൻ ആണ്. ക്രിച്ചോസ് ലോ എന്താണ്, ക്രിച്ചോസ് റൂൾ എന്ന് പറയുന്നത്.
അതില് കിർച്ചോസ് റൂള് തന്നെ 2 റൂൾ ഉണ്ട്, ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. അത് രണ്ടും പഠിക്കണം. പിന്നെ സർക്യൂട്ട് ഡയഗ്രം, വീൻസ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനായിട്ട് ചോദിക്കും. അതേപോലെ തന്നെ ബാലൻസ് ബ്രിഡ്ജ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ് എന്നും ചോദിക്കും. അപ്പോൾ നിങ്ങൾ കിർച്ചോസ് ലോ പഠിക്കുക, അതേപോലെ തന്നെ വീൻസ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കാം. കിർച്ചോസ് ലോയുടെ തന്നെ രണ്ട് ഇമ്പോർട്ടൻസ് ലോ ഉണ്ട്. ഏതാ? ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. അത് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആംബിയേഴ്സ് തിയറത്തിന്റെ എക്സ്പ്രഷൻ എഴുതാനാണ്. അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡിസ്റ്റൻസ് ഓഫ് ദി ആക്സിസ് വെച്ചിട്ടൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് എന്ത് ചെയ്യാം? നോക്കാം. ആംബിയർ സർക്യൂട്ടൽ ലോ നോക്കണേ, ആംബിയേഴ്സ് തിയറം നോക്കണം. ഇനി അടുത്തത് ആംബിയർ സർക്യൂട്ടൽസ് ലോ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു സോളിനോയിഡിന്റെ ഡെറിവേഷൻ B = μ0 Ni എന്ന് പറയുന്ന സോളിനോയിഡിന്റെ ഡെറിവേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാൽവനോമീറ്റർ അമീറ്റർ ആക്കി മാറ്റുന്നതും, അതേപോലെ തന്നെ ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആക്കി മാറ്റുന്ന 2 കേസുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിന്റെ കൺവേർഷൻ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരാമാഗ്നറ്റിക് എന്താണ്, ഡയാമാഗ്നറ്റിക് എന്താണ്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സോളിനോയിഡിലെ സെൽഫ് ഇൻഡക്ഷന്റെ എക്സ്പ്രഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആ പോർഷനിൽ നിന്ന് ചോദിക്കാം. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിള്, അതേപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ ദി EMF ജനറേറ്റഡ് ബൈ an AC ജനറേറ്റർ. ഒരു AC ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ എക്സ്പ്രഷനും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് LCR സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രം, അതേപോലെ തന്നെ ഇംപീഡൻസിന്റെ ഫേസർ ഡയഗ്രം വരയ്ക്കണം. അതേപോലെ തന്നെ റെസൊണൻസ് കണ്ടീഷൻസും ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതേപോലെ അതിന്റെ ഇക്വേഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് എന്നും പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ചോദിക്കും. അടുത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ റേ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെറിവേഷൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ആൻഡ് തിൻ ലെൻസ് ഫോർമുല. ഈ 2 ഡെറിവേഷനും നല്ലോണം പഠിക്കാം. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം, ആ ഡെറിവേഷൻ പഠിക്കുക. അതേപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ വേവ് ഫ്രണ്ടിനെ പറ്റി, വേവ് ഒപ്റ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വേവ് ഫ്രണ്ടിനെ പറ്റി, ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ടിനെ പറ്റി, അതേപോലെ തന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അതിന്റെ കാര്യം നോക്കാം. പിന്നെ റിഫ്ലക്ഷനും റിഫ്രാക്ഷന്റെയും പ്രൂഫ് നോക്കാം. അടുത്തതാണ് ഡി ബ്രോഗിൽ വേവ് ലെങ്ത്, അതേപോലെ തന്നെ വർക്ക് ഫംഗ്ഷൻ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒക്കെ എന്താന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ കവർ ചെയ്ത് പഠിക്കുക. ആ പോർഷനിൽ നിന്ന് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ട് നോക്കി നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ HSS ലൈവിലൊക്കെ ഫിസിക്സിന്റെ നോട്ട് ഉണ്ട്. അപ്പൊ ആ നോട്ട് നോക്കിയിട്ട് അത് പ്രിന്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ആ പോർഷൻസ് ആദ്യം കവർ ചെയ്ത് പഠിക്കുക. കവർ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മുമ്പ് റിവൈസ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചു വെച്ചതായിരിക്കും. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിനുശേഷം റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 40 പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും. അപ്പൊ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താൻ. താങ്ക് യു.